അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തുല്യതയില്ലാത്ത വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അനുസ്മരണത്തിൻ്റെ മാസമാണിത്. മഹാനവകളുടെ ജീവിതം എടുത്താൽ മനുഷ്യനോടും മനുഷ്യേതര ജീവികളോടുമുള്ള സ്നേഹവും കരുണയും ദയാവായ്പുമാണ് മഹാനവകളുടെ ജീവിതത്തിൽ നിന്നും അവിടുത്തെ ത്വരീക്കത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ സമയത്തും കൃപയും കാരുണ്യവും സേവനവും റിഫായി ത്വരീക്കത്തിൻ്റെയും റിഫായി ഷെയ്ഖിൻ്റെയും മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ മനുഷ്യർക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കുമുള്ള സേവനമാണ്. എത്രയോ ചരിത്രങ്ങളിലാണ് മഹാനുകൾ നായകളെ പരിചരിച്ച, നിസ്സാരമായ ജീവികളെ പരിചരിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയോക്തി ഉണ്ടായിപ്പോവും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മാറാൻ സാധിക്കുമോ? ഇത്രയൊക്കെ ഒരു മനുഷ്യന് മറ്റ് സഹജീവികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ എന്ന് നമ്മൾക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു വിഷയത്തിലേക്ക് അഗാധമായി ആത്മാർത്ഥമായി പ്രകടമായ ഒരുപാട് സേവനങ്ങൾ, അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ, കരുണയുടെ, ദയാവായ്പിൻ്റെ ഉദാഹരണങ്ങൾ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. തൻ്റെ കുപ്പായത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു വെട്ടുകിളിയോട്, നമ്മുടെ നാട്ടിലൊക്കെ വെട്ടുകിളി എന്ന് പറയുന്ന ഈ പുൽച്ചാടികളെ പോലുള്ള ഒരു ജീവിയാണ്, അറേബ്യയിലൊക്കെ അത് ഭക്ഷണമാണ്. ആ വെട്ടുകിളി തൻ്റെ കുപ്പായത്തിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ആ വെട്ടുകിളിയെ എടുത്തിട്ട്, നിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, നിന്റെ നാട്ടിൽ നിന്ന് നീ എൻ്റെ കുപ്പായത്തിൽ കയറി ഇവിടെ വന്നു, നീ ഈ നാട്ടിൽ തനിച്ചു പോകുമല്ലോ, നിന്റെ നാട് നീ വിട്ട് വരാൻ ഞാനൊരു കാരണമായല്ലോ എന്ന് പറഞ്ഞ ആ നിസ്സാരനായ ജീവിയോട് സംസാരിക്കുന്ന, ഈച്ചകളോട് കൊതുകളോട് പോലും അവരോട് ക്ഷമാപണം നടത്തുന്ന ഒരു രീതിയാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. അപ്പം നമ്മൾക്കൊക്കെ ചില സമയത്ത് ഒരു അതിശയോക്തി തോന്നിപ്പോകാം, ഇങ്ങനെയൊക്കെ ആകണമോ എന്ന്. അത്ര കണ്ട് എത്രയോ കാരുണ്യത്തിൻ്റെയും ദയാവായ്പിൻ്റെയും മാതൃകകൾ മഹാനവരുടെ ജീവിതത്തിൽ കാണാം. നായയ്ക്ക് വേണ്ടി പരിചരിച്ച, കുഷ്ഠം പിടിച്ച നായ, അതുപോലെ മനുഷ്യൻ അറക്കുന്ന രൂപത്തിലുള്ള രൂപാന്തരപ്പെട്ട് ശരീരമാസകലം വ്രണം ബാധിച്ച നായകളെ പരിചരിച്ച് അതിനുള്ള മുറിവുകളൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്ന ചില രീതികൾ മഹാനവകളുടെ ചരിത്രങ്ങളിൽ കാണാം. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു കള്ളന്മാർ വീട്ടിൽ കക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് നീ എടുക്കണ്ട, മറിച്ച് നിനക്ക് നല്ല ധാന്യം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു വിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ കള്ളൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ കള്ളം ഭയന്നു പോയതുകൊണ്ട്, അഫ്വാൻ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ഭയപ്പെടുത്തി പോയല്ലോ, ഒരു സൃഷ്ടിയെയും ഭയപ്പെടുത്താൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറയുന്ന മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല. ഇങ്ങനെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുപാട് പ്രകടമായ ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ആരിഫായ സുൽത്താൻ ആരിഫീൻ എന്നറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ കാണാം. ഇനി കുറച്ച് ദിവസങ്ങൾ മഹാനുകളുടെ കുറച്ച് ചരിത്രങ്ങളും മദ്ഹുകളും ഒക്കെ പറഞ്ഞ് മഹാനുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാം. അള്ളാഹു മഹാൻ്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ, അവിടുത്തെ കറാമത്തുകൾ മനസ്സിലാക്കാൻ, ആ ത്വരീക്കത്തിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.